ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മാഊൻ ആയത്ത് നമ്പർ 2, അതിന്റെ വിശദീകരണം. ഫദലികല്ലദീ യദ്ഉൽ യതീം, അനാഥയെ തള്ളിയകറ്റുന്നവനാണത്. ഇതാണ് നമ്മൾ അവിടെ പഠിച്ച ആയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ദീനിനെ കളവാക്കുന്നവൻ ആരാണ് എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഒന്നാമത്തെ സ്വഭാവമായിട്ട് അള്ളാഹു അവിടെ പറഞ്ഞത് യദ്ഉൽ യതീം അല്ലെ, ഈ ആയത്തിൽ പറഞ്ഞത് യദ്ഉൽ യതീം. പല വിവക്ഷകളും അനാഥയെ ആട്ടിയകറ്റുക, അനാഥയെ തള്ളിയകറ്റുക എന്ന് പറയുന്ന ഈ പ്രയോഗത്തിന് നൽകിയിട്ടുണ്ട്, പല അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് യതീമിന്റെ അവകാശം ഹനിക്കലാണ്. യതീമിന് നൽകേണ്ട അവകാശങ്ങൾ നൽകാതിരിക്കുക. അതായത് യതീമിന് അവന്റെ പിതാവ് ശേഷിപ്പിച്ച സ്വത്ത് നൽകാതെ അവനെ വെറും കൊയ്യോടെ ഇറക്കി വിടുക. മറ്റൊന്ന് അവന്റെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കലാണ്. അന്യായമായി കൈക്കലാക്കുക. അപ്പൊ ചെറിയ കുട്ടിയായിരിക്കും, പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാവുകയില്ല. അവന് ലഭിക്കേണ്ട സമ്പത്ത് കൈക്കലാക്കുക എന്ന് പറയുന്ന വളരെ ക്രൂരമായ പരിപാടി എടുക്കുക. അതുപോലെ തന്നെ സഹായം തേടി വരുന്ന അനാഥകളോട് കരുണ കാണിക്കാതെ ആട്ടിയോടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു വിവക്ഷ, അനാഥകളെ പീഡിപ്പിക്കുക, അവരോട് ക്രൂരമായി പെരുമാറുക. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അനാഥകൾ, അല്ലെങ്കിൽ നാം ഏറ്റെടുത്ത അനാഥരെ നാം നമ്മുടെ വീട്ടിലെ എല്ലാ വേലയും അവരെ കൊണ്ട് ചെയ്യിക്കുക. വീട്ടുവേലയ്ക്ക് വേണ്ടി സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന അനാഥരുടെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. വീട്ടിലെ എല്ലാ തൊഴിലും എല്ലാ ജോലിയും അവനെ കൊണ്ടെടുപ്പിക്കുക, എല്ലാ ശകാരവും അവന്റെ മേൽ വർഷിക്കുക, അവനെ ക്രൂരമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക. അപ്പൊ അനാഥരെ ഈ നിലക്കൊക്കെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുക എന്നത് വളരെ ഗൗരവമുള്ള തെറ്റാണ്, വളരെ ഗുരുതരമായ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിലാളന കാരുണ്യം ആവശ്യമുള്ള ഒരു വിഭാഗമാണ്, അതുപോലെ തന്നെ സാന്ത്വനം ആവശ്യമുള്ള ഒരു വിഭാഗമാണ് അനാഥർ, യതീമുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആയത്ത് അവതരിക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ അറേബ്യയുടെ അവസ്ഥ നാം ചരിത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടാകാം. അറേബ്യയിലെ പ്രമാണിമാർ അവർ അനാഥരോടും യതീമുകളോടും നിരാലംബരായ ജനവിഭാഗങ്ങളോടും സ്വീകരിച്ച നിലപാട് നാം വായിക്കേണ്ടത് തന്നെയാണ്. അതിലൊരു കഥ മാത്രം, ഒരു സംഭവം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അബൂജഹൽ, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു അനാഥൻ ജീവിച്ചിരുന്നു. അബൂജഹൽ ഒരു അനാഥന്റെ രക്ഷിതാവായിരുന്നു എന്നർത്ഥം. ഒരിക്കൽ ആ യതീമായ കുട്ടി അബൂജഹലിനെ സമീപിച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ സ്വത്തിൽ നിന്ന് കുറച്ച് എനിക്ക് തരണം എന്നാവശ്യപ്പെടുകയുണ്ടായി. ആ കുട്ടി വസ്ത്രം പോലും ധരിക്കാതെയാണ് അബൂജഹലിനെ സമീപിക്കുന്നത്. പക്ഷേ ആ ക്രൂരൻ ആ യതീമിനെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ കുട്ടി അവസാനം വളരെ സമയം ക്ഷമാശീലനായി കേണു നിന്ന ശേഷം നിരാശനായി തിരിച്ചു പോകുമ്പോൾ വഴിക്ക് വെച്ച് മറ്റ് ഖുറൈശി പ്രമാണിമാർ ആ കുട്ടിയെ കളിയാക്കാൻ തുടങ്ങി. മക്കാറാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞു, നീ ഇവിടെ ഒരു മുഹമ്മദ് എന്ന് പേരായ ഒരു മനുഷ്യനുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദിനെ സമീപിച്ചുകൊണ്ട് നിന്റെ പരാതി നീ ബോധിപ്പിക്കുക. ആ മുഹമ്മദ് അബൂജഹലിന്റെ അടുക്കൽ ചെന്ന് ശുപാർശ ചെയ്ത് നിന്റെ മുതൽ നിനക്ക് വാങ്ങിത്തന്നു എന്ന് വരാം. പരിഹാസത്തോടുകൂടി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണെങ്കിലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ യതീമായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമാണിമാരുടെ പരിഹാസം ആ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള ആ പ്രായത്തിലും ആ പക്വതയിലും ആയിരുന്നില്ല. അബൂജഹലും മുഹമ്മദും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടിയാണ്. എങ്കിലും ആ കുട്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് തന്റെ പരാതി ബോധിപ്പിക്കുകയും അബൂജഹലിൽ നിന്ന് തന്റെ അവകാശം വാങ്ങിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ
റഹ്മത്തുൽ ആലമീനായി കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകക്കാർക്ക് ആകമാനം കാരുണ്യമായി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എഴുന്നേറ്റ് കുട്ടിയെയും കൂട്ടി തന്റെ ബദ്ധവൈരിയായ അബൂജഹലിനെ സമീപിക്കുകയാണ്. അബൂജഹലിനെ സമീപിച്ചപ്പോൾ അബൂജഹൽ തിരുമേനിയെ കണ്ട മാത്രയിൽ തന്നെ അബൂജഹൽ തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. തിരുമേനിയെ സ്വാഗതം ചെയ്യുകയും തിരുമേനി അബൂജഹലിനോട് പറഞ്ഞ് ഈ കുട്ടിയുടെ അവകാശം അവന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊച്ചുകുട്ടിയെ പോലെ അനുസരണയുള്ള ദാസനെ പോലെ അബൂജഹൽ ആ മുതലെടുത്തുകൊണ്ടുവന്ന് ആ കുട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ദൂരെ നിന്ന് ഖുറൈശ് പ്രമാണിമാരൊക്കെ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഏറ്റുമുട്ടലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത് മറ്റൊന്നാണ് സംഭവിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവർ അത്ഭുതസ്തബ്ധരായി. അബൂജഹലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അബൂജഹലിനോട് അവർ ചോദിക്കുന്നു, അല്ല നിങ്ങളും മതം മാറിയോ? അബൂജഹൽ അപ്പോൾ പറയുകയാണ്, ദൈവമാണ് സത്യം, ഞാൻ മതം മാറിയിട്ടില്ല. പക്ഷേ മുഹമ്മദിന്റെ ഇടത്തും വലത്തും രണ്ട് കുന്തങ്ങൾ ഇങ്ങനെ എന്നെ ആക്രമിക്കാൻ വന്നു നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാനെങ്ങാനും മുഹമ്മദിന് തൃപ്തിക്കെതിരായി വല്ലതും ചെയ്താൽ ഉടനെ എന്റെ മേൽ തുളഞ്ഞു കയറാൻ ആഞ്ഞു നിൽക്കുന്ന രണ്ട് കുന്തങ്ങളായിട്ടാണ് നബിയുടെ ഇടത്തും വലത്തും മുഹമ്മദിന്റെ ഇടത്തും വലത്തുമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് പറയുകയുണ്ടായി. കാരണം ഇവിടെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും നബിയുടെ വിശ്വാസവും ബദ്ധവൈരികളെപ്പോലും എപ്രകാരം കീഴ്പ്പെടുത്തിയിരുന്നു എന്നത് ഈ ചരിത്രത്തിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന്, കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണല്ലോ നബി ആഭിചാരകനാണ്, സാഹിറാണ്, ആളുകളെ വശീകരിക്കുന്നവനാണ് എന്നൊക്കെ അവരെ ആരോപിക്കാനും കളിയാക്കാനും തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അനാഥ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വളരെ വലിയ നിയമങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനാഥരെ അട്ടിയകറ്റി, അനാഥരോട് കാരുണ്യം കാണിക്കാതെ, അനാഥരുടെ അവകാശങ്ങൾ വകവെച്ച് നൽകാതെ നമുക്കൊരു മുസ്ലിമായി, ഒരു മുഅ്മിനായി, ഒരു മുത്തഖിയായി, ഒരു മുഹ്സിനായി ജീവിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ഇപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിരലുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചൂണ്ടുവിരലും അവിടുത്തെ നടുവിരലും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ഇത്രയും അടുത്തായിരിക്കും സ്വർഗത്തിൽ ഞാനും, എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഇരിക്കും ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ ഒരുപാട് അനാഥർ, നമ്മുടെ ഭവനങ്ങളിലും അനാഥർ കഴിഞ്ഞുകൂടുന്നുണ്ട്. വീട്ടിലുള്ള മറ്റു അംഗങ്ങളെക്കാളും കൂടുതൽ പരിഗണനയും പരിലാളനയും കിട്ടേണ്ട ഒരു വിഭാഗമാണ്. നാളെ നമ്മുടെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്നിടത്ത് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് യതീം എന്നത്, അനാഥർ എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അത് വീണ്ടെടുക്കാൻ വേണ്ടി, അത് നൽകുന്നതിന് വേണ്ടി ഉള്ള പോരാട്ടം അത് ദീനീ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നാം തിരിച്ചറിയുന്നത് യതീമിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് ദീനീ പ്രവർത്തനമാണ്. യതീമിനെതിരായിട്ടുള്ള പ്രവർത്തനം അത് ദീനിനെ നിഷേധിക്കാനാണ്. അപ്പോ ഇങ്ങനെ അവശരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘങ്ങളായി വ്യക്തികളായി സംഘങ്ങളായി ഇസ്ലാമിക സമൂഹം മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുന്ന യതീമുകളെ അർഹിക്കുന്ന പരിഗണനയോടുകൂടി പരിലാളിക്കാൻ, സംരക്ഷിക്കാനുള്ള സന്മനസ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.